എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടുപറമ്പുകളിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന, എന്നാൽ ഇന്ന് പലരും മറന്നുപോയ ഒരു പ്രത്യേക ചെടിയെക്കുറിച്ചാണ്. കല്യാണച്ചെടി. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? ചിലരിതിനെ കണ്ണാടി ചെടിയെന്ന് വിളിക്കും, മറ്റു ചിലർ മിങ്ങരാലിയ എന്ന് വിളിക്കും. നമ്മൾ പലപ്പോഴും വെറുമൊരു അലങ്കാര ചെടിയായി മാത്രം കണ്ടിട്ടുള്ള ഈ ചെടിക്ക് പിന്നിൽ എത്രത്തോളം വലിയ ചരിത്രമുണ്ടെന്നും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്കറിയാമോ? ഈ പച്ചപ്പാർന്ന ഇലകൾക്കുള്ളിലെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് ഇതിനെ കല്യാണച്ചെടി എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പണ്ട് കേരളത്തിലെ കല്യാണങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ പോലെ വലിയ ഡെക്കറേഷൻ ടീമുകളൊന്നുമില്ലാത്ത കാലം. അന്ന് കല്യാണപ്പന്തൽ അലങ്കരിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ ചെടിയുടെ ഇലകളായിരുന്നു. വാടാത്ത ഇലകൾ, നല്ല പച്ചപ്പ്, പെട്ടെന്ന് ഉണങ്ങിപ്പോകില്ല, ഇതൊക്കെയായിരുന്നു ഇതിനെ കല്യാണങ്ങളുടെ പ്രിയപ്പെട്ടവനാക്കിയത്. ഇതിന്റെ ഇലകൾ കോർത്ത് തോരണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടൊരു കല്യാണം ഉറപ്പിച്ചാൽ അയൽപ്പക്കത്തെ കല്യാണച്ചെടികളിലെ ഇലകൾക്ക് ഒരു ഡിമാൻഡായിരുന്നു. നമ്മുടെ പഴയ തലമുറയുടെ ഐശ്വര്യത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു ഈ ചെടി. ഇനി ഇതിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഇത് വെറുമൊരു നാടൻ ചെടിയല്ല. ഇതിന്റെ ജന്മദേശം പസഫിക് ദ്വീപുകളും തെക്കു കിഴക്കൻ ഏഷ്യയുമാണ്. വിയറ്റ്നാമിൽ ഇതിനെ ദക്ഷിണദേശത്തെ ജിൻസെങ് എന്നാണ് വിളിക്കുന്നത്. പുരാണങ്ങളിൽ ഈ ചെടിയെ നേരിട്ട് പരാമർശിക്കുന്നില്ലെങ്കിലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഐതിഹ്യങ്ങളിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ ഉന്മേഷം നിലനിർത്താൻ ഈ ചെടി നട്ടുപിടിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു. അവരുടെ വിശ്വാസമനുസരിച്ച് ഭൂമിയിലെ ഊർജ്ജത്തെ ആഗിരണം ചെയ്ത് വീട്ടുകാർക്ക് കൈമാറാൻ ഈ ചെടിക്ക് പ്രത്യേക കഴിവുണ്ട്. നമ്മൾ മലയാളികൾ ഇതിനെ കല്യാണവുമായി ബന്ധിപ്പിച്ചപ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇതൊരു ഭാഗ്യസസ്യം അഥവാ ഗുഡ് ലക്ക് പ്ലാന്റ് ആണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഔഷധ ഗുണങ്ങൾ. വെറുതെ കണ്ടുമോഹിക്കാനുള്ള ഇലകളല്ല ഇതിന്റേത്. ഇതിന്റെ ഇലകൾ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതാണ്. മുറിവുകൾ ഉണങ്ങാൻ ഇതിന്റെ ഇലകൾ അരച്ചു പുരട്ടുന്നത് വിയറ്റ്നാമീസ് നാടൻ വൈദ്യത്തിൽ പ്രധാനമാണ്. വേരുകൾ ഉണക്കിപ്പൊടിച്ചുപയോഗിക്കുന്നത് ദഹനക്കേട് മാറാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. സന്ധിവാതമുള്ളവർക്ക് ഇതിന്റെ ഇലകൾ ചെറുതായി ചൂടാക്കി ആവി പിടിക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും. ഇന്നത്തെ ആധുനിക പഠനങ്ങൾ പറയുന്നത് ഇതിൽ സപ്പോണിനുകൾ അടങ്ങിയിരിക്കുന്നെന്നാണ്. അതായത് ശരീരത്തിലെ അമിത ക്ഷീണം മാറ്റാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഈ സസ്യത്തിന് കഴിവുണ്ട്. നാം വീട്ടുമുറ്റത്ത് വെറുതെ വളർത്തുന്ന ഈ ചെടി സത്യത്തിലൊരു ചെറിയ ഹോസ്പിറ്റൽ തന്നെയാണ്. ഇന്ന് നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഈ ചെടി എങ്ങനെയൊക്കെ ഗുണകരമാകും? ഒന്നാമത്തെ കാര്യം, ഇതൊരു എയർ പ്യൂരിഫയർ ആണ്. വീടിനുള്ളിലെ വായുവിൽ കലർന്നിരിക്കുന്ന വിഷവാതകങ്ങളെ ആഗിരണം ചെയ്യാൻ ഇതിന് സാധിക്കും. രണ്ടാമതായി, ബോൺസായി തഴമികളുടെ ഇഷ്ടചെടിയാണിത്. എത്ര വർഷം കഴിഞ്ഞാലും ഇതിന്റെ തടിക്കൊരു പ്രത്യേക ഭംഗിയാണ്. വലിയ പരിചരണം ഒന്നും ആവശ്യമില്ലാതെ തന്നെ വീട്ടിലെ കോണുകളിൽ ഒരു കാടിന്റെ പ്രതീതി നൽകാൻ ഈ കല്യാണ ചെടിക്ക് കഴിയും. പ്രകൃതിക്ക് ഒരു ദോഷവും ചെയ്യാത്ത, എന്നാൽ നമുക്ക് ധാരാളം ഓക്സിജൻ നൽകുന്ന ഈ സസ്യം ഏതൊരു പൂന്തോട്ടത്തിനും ഒരു മുതൽക്കൂട്ടാണ്. ഒരു പന്തൽ അലങ്കാരത്തിൽ നിന്ന് തുടങ്ങി വലിയ ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യത്തെ നമ്മൾ വീണ്ടും സ്നേഹിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ തൊടിയിലെ ഓരോ ചെടിക്കും ഓരോ കഥ പറയാനുണ്ട്. അത്തരത്തിലൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്തെ ഈ കല്യാണ ചെടിയെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.